വെറും 18 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയാണ് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം തകർത്തത്. വീഡിയോ കാട്ടുതീ പോലെ പ്രചരിച്ചതോടെ താൻ നിരപരാധിയാണെന്നും അബദ്ധവശാൽ കൈതട്ടിയതാകാമെന്നും അയാൾ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പലതവണ പറഞ്ഞു. എന്നാൽ വസ്തുതകൾ പരിശോധിക്കുന്നതിന് മുൻപേ സൈബർ ലോകം അയാളെ കുറ്റവാളിയായി മുദ്രകുത്തി. ഒടുവിൽ പൊതുസമൂഹത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ കഴിയാതെ ദീപക് ജീവിതം അവസാനിപ്പിക്കുന്നു. പുരുഷന്മാർ വ്യാജ ആരോപണങ്ങളുടെ ഇരകളാകപ്പെടുന്ന ഈ സാഹചര്യം നിയമ സംവിധാനങ്ങൾ ഗൗരവമായി കാണേണ്ടതുണ്ട്. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ബസ്സിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് ദൃശ്യങ്ങൾ പകർത്താൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടെടുക്കാനും നടപടി തുടങ്ങി. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയതിന് പിന്നാലെ പ്രതി വടകര സ്വദേശിനി ഷിംജിത ഒളിവിലാണ്. യുവതിയെ പിടികൂടണമെന്നും എങ്കിൽ മാത്രമേ നീതി ലഭിക്കൂവെന്നും ദീപകിന്റെ കുടുംബം പ്രതികരിച്ചു. ദീപകിന്റെ അമ്മ നൽകിയ പരാതിയിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയതിന് പിന്നാലെ പ്രതി ഷിംജിത ഒളിവിൽ പോയെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. ഇതോടെ യുവതിക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. മെഡിക്കൽ കോളേജ് SI BR അരുണിനാണ് അന്വേഷണ ചുമതല. യുവതി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ദൃശ്യങ്ങൾ ഇതിനകം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കൂടാതെ ബസ്സിലുണ്ടായിരുന്ന സഹയാത്രികരുടെയും ബസ് ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്താനും പോലീസ് നടപടി ആരംഭിച്ചു. ദീപകിന്റെ മരണത്തിൽ പോലീസ് വീട്ടിലെത്തി മാതാപിതാക്കളായ ചോയിയുടെയും കന്യകയുടെയും മറ്റു ബന്ധുക്കളുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തി. വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കപ്പെട്ടതിൽ മനംനൊന്താണ് ദീപക് ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബം ആരോപിക്കുന്നു. ഒരമ്മക്ക് ഇങ്ങനത്തെ യോഗം ഉണ്ടാവരുത്. ഒരമ്മക്ക് ഇങ്ങനത്തെ യോഗം ആർക്കും സഹിക്കാൻ പറ്റൂല. ഏത് മക്കൾക്കും അമ്മക്കും അച്ഛനും ഇങ്ങനത്തെ ഒരു യോഗം ഉണ്ടാവരുത്. അതാർക്കും സഹിക്കാൻ പറ്റൂല. ഞാനൊന്നാൾ അനുഭവിച്ച് ഈ ലോകത്തിൽ ഒരാളും ഇത് അനുഭവിക്കാൻ പാടില്ല. അത് മാത്രമുള്ളൂ എനിക്ക്. എൻ്റെ മകൻ്റെ ജീവിതം വയ്യാതാക്കി. അവള് കണ്ടെത്താൻ ഉള്ള എല്ലാ നിലപാടുകളും വേണം. എനിക്ക് വേണ്ട നടപടികൾ എടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഒരു ഇതായിട്ട് അവിടുന്ന് കഴിച്ചിടാനുള്ള ഉണ്ടാകും. ദൃശ്യങ്ങൾ വൈറലായതോടെ ദീപക് മാനസികമായി തകർന്നിരുന്നുവെന്ന് സുഹൃത്തുക്കളും മൊഴി നൽകിയിട്ടുണ്ട്. ഷിംജിത പങ്കുവച്ച വീഡിയോ എഡിറ്റ് ചെയ്തതാണെന്ന ആരോപണവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി അവരുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത് ശാസ്ത്രീയ പരിശോധന നടത്താൻ നീക്കം തുടങ്ങി. ഷിംജിതയുടെ വടകരയിലെ വീട്ടിലെത്തി കഴിഞ്ഞ ദിവസം പോലീസ് മൊഴിയെടുക്കുകയും അതിനുശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. ഇതിനൊപ്പം യുവതിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിക്കാൻ സൈബർ പോലീസിന്റെ സഹായവും തേടി. വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ കോഴിക്കോട് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ബസ്സിലെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു. രാമന്തളി പയ്യന്നൂർ റൂട്ടിലോടുന്ന അല്ലമീൻ ബസ്സിൽ വെച്ചാണ് യുവതി വീഡിയോ ചിത്രീകരിച്ചത്. സമൂഹ മാധ്യമത്തിലെ റീച്ചിന് വേണ്ടിയാണ് വീഡിയോ പ്രചരിപ്പിച്ചതെന്നാണ് ആരോപണം. ബസ് യാത്രക്കിടെ ഉണ്ടായ സംഭവം വടകര പോലീസിനെ അറിയിച്ചിരുന്നതായി യുവതി അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇങ്ങനെയൊരു പരാതി ലഭിച്ചിട്ടില്ലെന്ന് വടകര SI വ്യക്തമാക്കിയതോടെ യുവതിയുടെ വാദം പൊളിഞ്ഞു. ഇതോടെ യുവതി കൂടുതൽ പ്രതിസന്ധിയിലായി. സോഷ്യൽ മീഡിയയിൽ വിമർശനം ശക്തമായതോടെ യുവതി തന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ നീക്കം ചെയ്തിരിക്കുകയാണ്. സംഭവത്തിൽ ഉത്തരമേഖല DIG നേരിട്ട് അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ഒരാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ന്യൂസ് 18 കോഴിക്കോട്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.